അങ്ങനെ നീണ്ട 9-10 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ തലശ്ശേരി എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? നല്ല ബോറിംഗ് ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? കുഴപ്പമില്ല. എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? നിന്റെ മുഖമെങ്കിലും നമ്മൾ ഇത്ര ഉള്ളല്ലേ? യെസ്. അപ്പോൾ നമ്മൾ എന്തിനു തലശ്ശേരി ഒരാളുണ്ടല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? നമ്മൾ വന്ന വണ്ടി ട്രെയിൻ ഏതായിരുന്നു ചോദിച്ചാൽ മലബാർ എക്സ്പ്രസ്. ഇവിടെ വ്ളോഗേഴ്സിനെ തട്ടിയിട്ട് നടക്കാൻ വയ്യ. ഇതാരാ? ഹലോ, വെൽക്കം പറ. വെൽക്കം പറ. നമ്മളെങ്ങനെ വിളിക്കാൻ നമ്മുടെ സ്വന്തം സൈബർ ചാത്തൻ വന്നിരിക്കുകയാണ്. ബഗിമല്ലു ഒന്നും കണ്ടില്ല. നമ്മളെ വിളിക്കാൻ ഇതാണ് നമ്മുടെ വണ്ടി. ഇതല്ലേ? പിന്നെ ഏതാ വണ്ടി? ഇതാണോ? അതാണോ? ഇതിലേ നമ്മുടെ വണ്ടി? കണ്ണൂർ എത്തിയിട്ട് ആദ്യത്തെ മഴ. ഇവിടെ ക്ലൈമറ്റ് എങ്ങനെയുണ്ട്? ഇന്നലെ വരെ നല്ല വെയിലായിരുന്നു. ഇന്നലെ രാത്രി മഴ ഉണ്ടായിരുന്നു. മഴ പെയ്തു. ഓ നൈസ്. പക്ഷെ ഇതാണ് തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ. കുഴപ്പമില്ല, മഴക്കൂല കണ്ട തകർപ്പ മഴയാണ് കേട്ടോ. ഓ ചാത്തൻ്റെ വണ്ടി. ഇതാണ് ചാത്തൻ ഇപ്പം പുതിയതായിട്ട് എടുത്ത വണ്ടി. ഇത് 5 EV കേട്ടോ. 5 EV. ബാഗ് വെച്ചോ. ഓ ഏതാ സെറ്റപ്പ് കാറൊക്കെ ആണല്ലോ. 360 ഒക്കെ ഉണ്ടല്ലോ. 360 ഉപയോഗപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടോ ചാത്ത? അത് മാത്രമേ ഉപയോഗമുള്ളൂ. ഓ അങ്ങനെ വീടെത്തും പോലെ. അപ്പോൾ നമ്മൾ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചാത്തന്റെ വീട്ടിലോട്ട് പോവുകയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ പോകുന്ന വഴിക്ക് പറയാം. കല്യാണത്തിന് ഫോട്ടോഗ്രാഫി ഒരാളും കൂടെ വന്നിട്ടുണ്ട്. ഹായ് പറയൂ. ഹായ്. ഈ കാണുന്നതാണ് മാഹി ബൈപ്പാസ്. ഈ മുകളിൽ കേട്ടാ. നൈസ്. നമ്മൾ അതിന്റെ താഴെ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചാത്തൻ്റെ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ചാത്തൻ വണ്ടി പാർക്കുന്നുണ്ടോ? ഓ വണ്ടിയുടെ പുറകിൽ സൈബർ ചാത്തൻ. നിന്നോട് യാത്ര എങ്ങനെയുണ്ടെന്ന് ചോദിച്ചില്ല. യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? ഇങ്ങനെ ഒറ്റക്കാലില് ഡോറിന്റെ അവിടെ നിൽക്കായിരുന്നു. ഗോപി മാത്രമാണ് കൂർക്കം വലിച്ചിറങ്ങിയത്. ടിക്കറ്റും ക്യാൻസലായി, നിനക്ക് റീഫണ്ട് ആയി, എന്നിട്ട് നിനക്ക് ഉറങ്ങണമല്ലടാ. ഭയങ്കര ഒരു കാട് വൈബുള്ള സ്ഥലം കണ്ടോ. നോക്ക് സ്ഥലം നോക്ക്. അതോ ഇവിടുന്നാണ് ചാത്തൻ സേവ മൊത്തം. അതെ. അങ്ങനെ ചാത്തന്റെ വീട്ടിലെത്തി. ഇതാണ്. ഓ എന്റെ മോനെ സെറ്റ് അടിപൊളി. ഇതിപ്പോ പണിയല്ലോ. ഓ അടിപൊളി. നൈസ് റൂമാ. കല്യാണം പ്രമാണിച്ച് കിടക്കി. ഇതെന്തുവാ? ഇതാണ് സ്റ്റുഡിയോ. ഓ ഏതാ? യെസ് ചാത്തന്റെ സ്റ്റുഡിയോ. ഓ നൈസ്. അപ്പൊ ഇവിടെ എന്തൊരു സ്റ്റുഡിയോ? അല്ല അവന്റെ എങ്ങനെയായിരുന്നത്? ഇപ്പൊ നേരെ വീഡിയോ ഇപ്പൊ പറയണം. ഇത് മറ്റേ DIY സെറ്റപ്പ് സാധനമല്ലേ? എന്ത് ചെയ്യാനെന്ന് പറയാം. ഡയറക്റ്റ് കൊളാബാന്ന് കേട്ടോ. ഡയറക്റ്റ് കൊളാബ്. അതെ മോനെ, ഇതാണ് കല്യാണം കഴിഞ്ഞിട്ടുള്ള റൂം. അപ്പൊ നമ്മള് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ഇവിടെ ചപ്പാത്തി. നീ മിണ്ടരുത്. സ്റ്റൂവ് ആൻഡ് ബ്രൂ കോഫി. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം. എല്ലാവരും ഫോണിലൊക്കെ തന്നെ. അപ്പൊ ഗൈസ് നമ്മൾ വന്ന് റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ കണ്ണൂരിന്റെ മനോഹാരിത കാണാൻ വേണ്ടി നമ്മൾ കണ്ണൂരിന്റെ പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. വീട്ടിന്റെ പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ ബീച്ചിൽ പോകുന്നുണ്ട്. ആൻഡ് കുറച്ച് പരിപാടികളുണ്ട്. ഞാൻ മാത്രമല്ല, ആരൊക്കെ ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കും. ഒരു വണ്ടി നിറച്ച ആളായിട്ട് നമ്മൾ കണ്ണൂർ. അല്ല, ട്രെയിനിൽ കയറിയപ്പോ തൊട്ട് പകുതിക്കകത്താണ് ഇരിക്കുന്നത്. നമ്മള് കണ്ണൂരിന്റെ ഫേമസ് നമ്മൾ കണ്ണൂരിന്റെ ഫേമസ് ആയിട്ടുള്ള എന്താണ് ബീച്ചിന്റെ പേര്? അതെ, ആ ബീച്ചിലോട്ട് നമ്മൾ പോവാണ്. നമ്മൾ വണ്ടി എടുത്ത് ഡ്രിഫ്റ്റ് ചെയ്യാ. നമ്മുടെ കയ്യിലിപ്പോ നമ്മളതിലിപ്പോ 2.8 ലിറ്റർ ഡീസൽ എഞ്ചിനുള്ള ഇനോവയാണ് ഇരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ബീച്ച്. നേരത്തെ പറഞ്ഞു ഭയങ്കര ആംബിയൻസ് കേട്ടോ. ഇതിലൂടെ വണ്ടി ഓടിക്കാം. പക്ഷെ ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ഈ സാധനം മുങ്ങിക്കിടക്കുമായിരിക്കും. നല്ല തണുത്ത് കിടക്കുമായിരിക്കും. അപ്പോൾ പെട്ടെന്ന് വെള്ളം വീഴാൻ സാധ്യതയുണ്ട്.
അവരുടെ ഏരിയ റോളർ ഒക്കെ ആള് എവിടെയോ നോക്കിട്ട് വരുന്നുണ്ട് ഓപ്പോസിറ്റ് വന്നത് ആള് എവിടെയോ നോക്കിട്ട് വരുന്നു മട്ടിലാക്കിട്ടോ അടിപൊളി ഇതാണ് ബെഡ് അപ്പൊ പുതിയ ദിവസമാണ് ഇന്നാണ് നമ്മുടെ ചാത്തന്റെ കല്യാണം. നിങ്ങളെല്ലാം പറഞ്ഞ പോലെ നമ്മളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ മുണ്ടും ഷർട്ടൊക്കെ എടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. എല്ലാരും കാണിക്കും, ഇവിടെ ഓരോരുത്തരെ കാണിക്കും, ഇവിടെ 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 അവിടെ കറങ്ങി വരുന്നത്. ഓക്കെ, മുണ്ട് ഷർട്ടാണ്. മുണ്ട് കാണിക്കും, താഴോട്ട് കാണിക്കും, താഴോട്ട് അവിടെ അടുത്ത് ഗോകുല് മുണ്ട് ഷർട്ടുമാണ്. ബാക്കി എല്ലാവരും ഏസ്തെറ്റിക് ആണ്. ഏസ്തെറ്റിക് കൊണ്ട് അവിടെ വേറെ കല്യാണത്തിന് കറുപ്പ് കറുപ്പ് കണ്ണൂര് കണ്ണൂര് കറുപ്പ്. അവിടെ അടുത്തത് ഇത് എസ്തെറ്റിക്. അങ്ങനെ കല്യാണത്തിന് നമ്മളെല്ലാം റെഡിയായി രാവിലെ ഇവിടെ വന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പുറത്തെ ചാത്തൻ ഡ്രസ്സിംഗ് റൂമിൽ ഡ്രസ്സൊക്കെ ചെയ്യുന്നു, ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട്. നമുക്കിനി കല്യാണത്തിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ ഇതുവരെ വ്ളോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കണം, അല്ല അങ്ങനെയല്ലേ പറയണ്ടേ? കൊടുത്ത് എന്താണ് പറയണ്ടോ? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്ത വായിക്കും. ചാത്തനെ കാണിച്ചു ചാത്തനെ കാണാം. ബൈ ഗൈസ്. ചാത്തനോടെ ഡ്രസ് ചെയ്യുന്നു. ചാത്ത പോസി എന്തൊക്കെയോ കാര്യമായി ചെയ്യുന്നു. ചാത്ത ചില്ല് കേട്ടാ. എങ്ങനെ ഡ്രസ് നൈസ്. ഇത് പൊത്തൊന്നുമില്ലല്ലോ അല്ലേ? ഉണ്ടല്ലേ? ചാത്തന്റെ കൂട്ടുകാരെല്ലാം ബൈ. അതേസമയം നമ്മുടെ ഗോപി ചേട്ടൻ ഇവിടെ വണ്ടി ഇടൂ. ഇതം മോനെ പുള്ളി പ്രോ ഡ്രൈവറാണ്. ഇതേസമയം നമ്മുടെ ഗോപി ഇപ്പോൾ വണ്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി നേരെ കല്യാണം നമ്മുടെ ഇവിടുന്ന് ഓൾറെഡി നമ്മുടെ കല്യാണ ചെറുക്കനൊക്കെ പോയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ എസ്റ്റിനേറ്റീവ് ആയിട്ടുള്ള ഓണറാണിത്. ടീച്ചർ നമ്മൾ എടുക്കുക. അപ്പോൾ കണ്ടുപിടിക്കൂ കോട്സ് ലോലിപോപ്പ് ഹാക്കേഴ്സ് പീഡിയ. ഹാക്കേഴ്സ് പീഡിയ ഇവിടെ ഫ്രണ്ട് സീറ്റ് പിടിക്കാനാണ്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും കല്യാണം നടക്കുന്നിടത്ത് എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഗിഫ്റ്റ് നിങ്ങളെ ഗിഫ്റ്റ് ഇന്നലെ കാണിച്ചില്ലല്ലോ വ്ളോഗിൽ.
ഇന്നലെ നമ്മൾ പോയി മേടിച്ച ഗിഫ്റ്റ് നമ്മൾ എല്ലാം രാവിലെ പാക്ക് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുകൊണ്ട് കൊടുക്കാൻ പോവുകയാണ്. എല്ലാവരും കാണിച്ചു കൊടുക്കും. എല്ലാവരും റെഡി, എല്ലാവരും കോസ്റ്റ്യൂം കാണിച്ചു കൊടുക്കും. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് അവർ കല്യാണം നടക്കുന്ന സ്ഥലത്തോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് 7.7 കിലോമീറ്റർ ദൂരെയാണ് കല്യാണം നടക്കുന്ന വീട് അല്ലേ? അതല്ലേ എൻ്റെ ഇത്? ഞാനേ ലാൻഡ്സ്കേപ്പ് എടുക്കട്ടെ. ഇനി നമ്മളിപ്പോൾ കല്യാണം വീട്ടിൽ വന്നിട്ടുണ്ട്. നല്ല കിടിലൻ തലശ്ശേരി സ്പെഷ്യൽ ബിരിയാണി. എല്ലാവരും തലശ്ശേരി ബിരിയാണി കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. ഇവിടെ ഗോപി ബ്രോ S24 അൾട്രയുടെ എല്ലാ ഷോയും കാണിക്കുന്നുണ്ട്. അല്ല, S23 അൾട്ര. അത് ഇദ്ദേഹത്തില്ലേ ഒരു ജാടയുമില്ല, കാരണം ഫോണിൽ കേസ് ചെയ്യില്ല. ഈ നമ്മക്കുള്ളത് ഇപ്പോൾ വരും. എല്ലാരും ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ഞങ്ങൾ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ നിങ്ങോട്ടോ. എല്ലാരും ശ്രദ്ധിക്കുക, ഗിഫ്റ്റ് പൊട്ടിക്കാൻ പോവാണ്. ഞാനാണ് ക്യാമറ. വലിച്ചോ കൈയടിക്ക് നിങ്ങള്. ആരൊക്കെയാ കല്യാണത്തിന് വന്നേക്ക് നോക്കി. ഇൻസ്റ്റാഗ്രാമിന്റെ മുതലാളി ഉണ്ട്. ഈ മുതലാളിയാ എലോൺ മസ്ക് ഒക്കെ ഉണ്ട് അവിടെ കഴിക്കുന്ന സാത്തൻ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണം? കല്യാണത്തിനെ പറ്റി പറയൂ. കല്യാണത്തിനെ പറ്റി എന്താണ് എക്സ്പീരിയൻസ്? എന്താണ് പറയൂ. കേട്ടില്ല. കഴിച്ചിട്ടുള്ളത്. ഓ, കല്യാണം കഴിച്ചിട്ടേ ഉള്ളതാ. ഓ, അങ്ങനെ പറയാറായിട്ടില്ല. കെട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? സെറ്റായിരുന്നു. ഇവന് വിറയലുണ്ടായിരുന്നു. വൺ ടൈം വാച്ചബിൾ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ സമയം 6 മണി ആകാറായി. ഇവർ റിസപ്ഷൻ എല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഹെക്ക് സ്പീഡ് നമ്മളെ വിട്ട് പോവുകയാണ്. വീട്ടിൽ പോകേ ഇവര് ആ വരാണ് ഇവര് പോവാ. ഇവരിപ്പോ പോവും. എല്ലാരും നോക്കിയേ. ഇനി കല്യാണത്തിന്റെ എക്സ്പീരിയൻസ് പറ, കേക്കട്ടെ. നമ്മുടെ ടീമിൽ നിന്ന് ആദ്യമായിട്ട് കല്യാണം കഴിക്കുന്ന ഒരാളാ അല്ലേ? ഇവിടെ വേറെ കല്യാണം കഴിച്ച ആരെല്ലാം ഉണ്ടോ? ആരും ഇല്ല. പറയൂ, എക്സ്പീരിയൻസ് പറയൂ. എടാ, കെട്ടി എക്സ്പീരിയൻസ് പറയൂ. എന്തായിരുന്നു പറയൂ. അയ്യോ, നാളെ വരും. രണ്ടും കൂടെ ചുമക്കുന്നിരുന്നു. നാട് ചുമന്ന്. പറയൂ, എക്സ്പീരിയൻസ് പറയൂ, കേക്കട്ടെ. പറയൂ. ഉണ്ടായിരുന്നോ? ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ? പറയൂ. ഉണ്ടായിരുന്നോ? എക്സൈറ്റഡ് ആയിരുന്നു? എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു? ഇല്ലേ? ടെൻഷൻ മാത്രമുള്ളതോ? സോറി, അത് കൊണ്ടുവന്നില്ല. സോറി. അല്ല, എടാ, കല്യാണം കഴിക്കാൻ പോകുന്നവർ എന്താണ് പറയുള്ളത്? ഇനിയിപ്പോ അടുത്ത് നമ്മുടെ ടീമിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ഇങ്ങേരായിരിക്കും, അല്ലെങ്കിൽ ഹാക്കർ സ്പീഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഞാനായിരിക്കും. ആരെന്ന് പറയാൻ പറ്റില്ല. എന്നാലും അവർക്ക് ഒരു പറയൂ, നമുക്ക് പറയൂ. അതെ, ഞങ്ങൾ ഒരു ടിപ്പ് പറയാം. ഇത്ര നേരം നടന്നതിൽ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, പറ. ടെൻഷൻ അടിക്കാന്നില്ല, സിമ്പിൾ അല്ലേ? അത് പക്ഷെ ഞാൻ ചോദിക്കുന്നതല്ല. ഇവിടെ നിന്നവരെല്ലാരും പറഞ്ഞായിരുന്നു കൈ വരച്ചെന്ന്. കൈ വരച്ചില്ല. ആറാ അപ്പൊ കൈ വരച്ചെന്ന് പറഞ്ഞ വീഡിയോക്കകത്ത് ഫോൺ ഷേക്ക്. എടാ, എന്താ പറയാനുള്ളത്? ഇനി കല്യാണം കഴിക്കുന്നവർ എന്താ പറയാനുള്ളത്? കഴിക്കണം. എക്സ്പീരിയൻസ് ആയിട്ട് ഒന്നും പറയാനില്ല. ഓക്കെ, നീ വരും. ഓക്കെ, പുതിയ വീട്ടിലോട്ട് വന്നു, അത് പറ. എന്തുകൊണ്ട് സൈബർ ചാത്തൻ? പറ. എനിക്ക് പറ. മനസ്സിലായി, പറയൂ. ഓക്കെ, എന്തുകൊണ്ട് കുട്ടി?
എനിക്കും ആദ്യം ഇഷ്ടമായിരുന്നു. അയ്യോ എടാ പറയടേ, എടാ എന്തെങ്കിലും നിങ്ങളുടെ ലവ് സ്റ്റോറിയെ കുറിച്ചൊക്കെ ഇതിൽ പറയടേ. രണ്ടും കൂടെ റൊമാൻറ്റിക് ആയിട്ട് നോക്കുന്നു. പറയൂ എന്തുകൊണ്ട് തമ്മിൽ ഇഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങൾ. റീസൺ ഒന്നുമില്ല. ഒരു റീസണും ഇല്ല. ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളൊന്നും ഇല്ല. നിർത്തുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ എല്ലാം സെറ്റായിട്ട് ഒരു ദിവസം ഇറങ്ങാം കേട്ടോ. നിങ്ങൾ ഒരു ദിവസം ആലപ്പുഴ എല്ലാം വരുവാണെങ്കിൽ വാ. ഇനി ഈ വീലൊക്കെ ഇറക്കമായിരിക്കുമല്ലോ. എന്തിന്? അയ്യോ ഏതാണ്ട് പറഞ്ഞു. എന്താ സ്വന്തം വീട്ടിൽ വെച്ച് പ്രപ്പോസ് ചെയ്തോ? 6 റൂം വെച്ച് വീട്ടുകാരുണ്ടായിരുന്നു അപ്പോ? ആണോ? എന്നിട്ട് ഒറ്റയടിക്ക് എന്ത് പറഞ്ഞു? ആലോചിച്ചിട്ട് പറയാ. എന്തുവാ? എങ്ങനെ? ഓ പഴയ ട്രെൻഡ്. എടാ പഴയ ട്രെൻഡ്. ഞാൻ പേര് പറയത്തില്ല. ഓക്കെ അപ്പൊ പഴയ ട്രെൻഡ്. പേര് പറയത്തില്ല. ആദ്യം വീലാണ് തുടങ്ങുന്നത്. അവസാനത്തെ ലെറ്റർ പറഞ്ഞോ? പിന്നെ എങ്ങനെ പറഞ്ഞേ? ഓ അങ്ങനെ ഇതൊക്കെയുണ്ട്. ആ ആക്ക് നിന്നെ ഇഷ്ടമാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞല്ലേ? കണ്ടുപിടിച്ചു. ഓ ഇവിടെ PSC ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് എന്റെ അപ്പൊ തന്നെ എസ് പറഞ്ഞ ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. അന്ന് 6 വർഷം മുമ്പല്ലേ? അല്ല ട്രെൻഡിങ് ആണ്. ഓ ശരി. ഓ ഫെബ്രുവരി 3 സെറ്റ്. ഡൗട്ടായി. എന്നിട്ട് അച്ഛൻ ചോദിച്ചു എന്താ മോനെ ഒരു കറക്കം? അമ്മ ചോദിച്ചു. പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വീട്ടിലായിരുന്നാ? എതിർപ്പാണോ? പിന്നെ പിരിയാന്ന് വിചാരിച്ചോ? ഓ പിരിഞ്ഞിട്ടില്ല. അല്ല എന്നിട്ട് എന്താ വിചാരിച്ചേ? പിന്നെ അവർക്ക് തോന്നി നമുക്ക് പറഞ്ഞാലും കാര്യമില്ല. ഓ ട്രൂ ലവ്. എന്നിട്ട് സമീപിച്ചു. അപ്പൊ രണ്ടുപേരും ഹാപ്പി ആയിട്ട് നടത്തി തന്നു. ഇതാണ് നെവർ ഗീവ് അപ്പ് അല്ലേ? നമ്മൾ ആദ്യം വീട്ടുകാരെന്തെങ്കിലും പറഞ്ഞാലും വിട്ടുകളയായിരുന്നു. അതെ സെറ്റായല്ലേ വിചാരിച്ചു. പക്ഷെ വീട്ടുകാർ നടത്തി തന്നു. മതി. അതെ ഇപ്പം നിങ്ങൾ അതിനെക്കാട്ടി ഇപ്പം മറ്റേ അങ്ങനെ പോകുന്നതിനെക്കാട്ടി ഡബിൾ ഹാപ്പി ആയില്ലേ? കാരണം വീട്ടുകാരും കൂടെ ഉണ്ട്. ഇല്ലേ? അതാണ് എനിക്ക് തോന്നുന്നു പോകാൻ ഏറ്റവും കൂടുതൽ വിഷമം അനിയത്തിക്കായിരുന്നല്ലേ? അനിയത്തി ചോറ് കഴിച്ചോണ്ട് സാധാരണ കഴിക്കുമ്പോഴെങ്കിലും ചിരിച്ചോണ്ട് ഇത് കഴിക്കുമ്പോഴും കറിഞ്ഞോണ്ടിരിക്കുക എന്നോട് പാവം. എന്നിട്ട് ഹാക്കേഴ്സ് മീഡിയ കണ്ടിട്ടും പോകുമ്പോഴും കറിയായിരുന്നു. ഞാൻ കണ്ടില്ല. ഞാൻ ഹാക്കേഴ്സ് മീഡിയയുടെ ഫോട്ടോ എടുക്കാൻ പറ്റാത്തതിന്റെ കാര്യം ഞാൻ അങ്ങനെയാണോ ചോദിച്ചേ? അപ്പൊ ബ്ലോഗ് കൂടെ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ ഇവര് പോവാണ്, പാലക്കാട് ഉള്ള ടീംസ് പോവാണ്. അപ്പൊ എല്ലാവരും കയറിയുന്നു. ഗോപി എന്തായാലും പോവില്ല. ഇല്ല എനിക്ക് രാത്രി 9 മണിക്കാണ് ഗൈസ് ട്രെയിൻ. ഓക്കെ എല്ലാവരും ഉണ്ടല്ലോ? അപ്പോൾ ഗൈസ് ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഇത്രയും വരെ കണ്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. ഇതിന്റെ റീൽ കണ്ടിട്ടായിരിക്കുമല്ലോ നിങ്ങൾ വരുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവരുടെ ലവ് സ്റ്റോറിയുടെ കുറച്ചെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും പോഡ്കാസ്റ്റ് ഞാൻ ഫ്യൂച്ചർ ചെയ്യുവാണെങ്കിൽ ഇവരെ വിളിപ്പിക്കാൻ. അപ്പോഴത്തേക്ക് ചാത്തൻ പിന്നെ ചാത്തിനെ പറ്റി അറിയാത്തവർക്ക് ഇൻസ്റ്റഗ്രാമിൽ ചാത്തിനെ അറിയത്തില്ലെങ്കിലും ടെക്കിലെ ഇന്ത്യയിലെ നമ്പർ 1 അല്ലേ? ടെക്കിലെ ഇന്ത്യയിലെ നമ്പർ 1 പാപ്പ ബീജിയം ഇട്. അതായത് 4.5 മില്യൺ ഫോളോവേഴ്സ് വാട്സപ്പ് ചാനലിലുള്ള വ്യക്തിയാണ് ഇരിക്കുന്നത്. അതും കേരളത്തിൽ നമ്മുടെ കണ്ണൂരിൽ നിന്ന്. ഈ നിൽക്കുന്നവരെല്ലാം വാട്സപ്പ് ചാനൽ തുടങ്ങി, ഞാൻ ഉൾപ്പെടെ. പക്ഷേ അഭിമാന നേട്ടം നമ്മുടെ ചാത്തനായിരുന്നു. അതിൻ്റെയും കൂടെ കൺഗ്രാജുലേഷൻ ഈ വേളയിൽ അറിയിക്കുന്നു. വാട്സപ്പ് ചാനലിലെ മലയാളിയാണ്. അതെ ഇനിയിപ്പോ കൊളാബ് ചെയ്തിട്ടല്ലോ. അപ്പോൾ ഇത്ര നേരം വ്ളോഗ് കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പോൾ ഈ ഒരു കല്യാണ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും ടാറ്റ പറഞ്ഞോളൂ. ബൈ.